ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് അഥവാ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻസിഡൻസ് ഓഫ് ടാക്സും എന്ന് വെച്ചാൽ ആർക്കൊക്കെ ഏതൊക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് ഏതൊക്കെ ഇൻകമാണ് ടാക്സബിൾ ആവുക എന്നുള്ളതും, അതേപോലെ സം ഇമ്പോർട്ടൻറ്റ് എക്സെംപ്റ്റഡ് ഇൻകം, ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസും. അപ്പോൾ നമുക്ക് നേരെ ഇനി ടോപ്പിക്കിലേക്ക് കടക്കാം. ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്നൊക്കെയാണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിച്ചു. ഇൻഡിവിജ്വലിൻ്റെ കേസിലാണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഇവർക്കൊക്കെ ഏതൊക്കെ ഇൻകമാണ് ടാക്സബിൾ ആവുക എന്നുള്ളതാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ പറയുന്നത്. ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി അസസി. ഇൻസിഡൻസ് ഓഫ് ടാക്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഒരു അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ് ആ അസസിക്ക് ഏതൊക്കെ ഇൻകമാണ് ടാക്സബിൾ ആവുക എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, an assessee's tax liability depends to great extent on the residential status of the assessee. അപ്പോൾ ഓർഡിനറി റെസിഡൻറ്റിന് ഏതൊക്കെ ഇൻകമാണ് ടാക്സബിൾ ആവുക, അതേപോലെ നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് ഏതൊക്കെ ഇൻകമാണ് ടാക്സബിൾ ആവുക, പിന്നെ നോൺ റെസിഡൻറ്റും അതേപോലെ നമ്മൾ ഏതൊക്കെ ഇൻകമാണ് ടാക്സബിൾ ആവുക എന്നുള്ളതാണ് മെയിനായിട്ടും ഈ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്. നമ്മൾ ഹെഡ് ഓഫ് ഇൻകം അല്ല, മറിച്ച് ടൈപ്പ് ഓഫ് ഇൻകം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ്ഡ് മീൻസ് റിസിപ്റ്റ് ഓഫ് ഇൻകം ഫോർ ദി ഫസ്റ്റ് ടൈം. നമുക്കറിയാം ഒരു ഇൻകം കിട്ടുന്നത് ഒരു വട്ടമേ ഇൻകം കിട്ടുള്ളൂ. ഇപ്പോൾ സാലറി കിട്ടുന്നത് ഒരു വട്ടമേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ സാലറി മറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് റെമിറ്റൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ ദുബൈയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇൻകം അവിടുന്ന് റിസീവ് ചെയ്യുന്നു. ഓക്കെ, അത് നാട്ടിലേക്ക് അയക്കുമ്പോൾ അത് റെമിറ്റൻസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇൻകം ഒരു വട്ടമേ റിസീവ് ചെയ്യുള്ളൂ. If the income received in New York is subsequently remitted to India, it is income received outside India. ഇപ്പോൾ ഒരു ഇൻകം ന്യൂയോർക്കിൽ നിന്ന് റിസീവ് ചെയ്തു, പിന്നീട് അത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഇൻകം റിസീവ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അതേപോലെ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ സബ്സീക്വൻ്റ്ലി സെൻഡ് ടു ശ്രീലങ്ക, ഇറ്റ് ഈസ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഒരു ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്, പിന്നീട് അത് വേറൊരു ശ്രീലങ്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, റെമിറ്റൻസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഇൻകം റിസീവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഒരു വട്ടം റിസീവ് ചെയ്യുന്നുള്ളൂ, അത് എവിടെ നിന്നാണ് റിസീവ് ചെയ്തത് എന്ന് നോക്കുക. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഇൻകമാണ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ആക്ച്വലി ആ ഇൻകം ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നാവില്ല റിസീവ് ചെയ്യുന്നത്, പക്ഷേ അത് ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ആനുവൽ അക്രീഷൻ ഓഫ് ദി ബാലൻസ് ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫ് എൻ എംപ്ലോയി, ഡിവിഡൻഡ് ഡിക്ലെയർ ബൈ എ കമ്പനി ഇൻ ഇന്ത്യ, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഓർ ആഫ്റ്റർ 1/1/2004. അപ്പോൾ ഇത്തരം ഇൻകം ഉണ്ടാവും. ആ ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ്, ഇൻകം വിച്ച് ഈസ് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഇൻകം അറൈസ് ചെയ്യുന്നത് അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഉറവിടം ഇന്ത്യയിൽ നിന്നാണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻകം ഈസ് സെഡ് ടു ബി അക്രൂ ഓർ അറൈസ് വെൻ ദി അസസി ഒബ്റ്റെയിൻ ദ റൈറ്റ് ടു റിസീവ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, any interest on debenture due but not received, it means the income is earned during the previous year. അപ്പോൾ ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് അറൈസ് ചെയ്യുന്നത്, അതിൻ്റെ ഉത്ഭവം അത് ഇന്ത്യയിൽ നിന്നാണോ എന്ന് നോക്കുക. ഓക്കെ, ദെൻ ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, ഇറ്റ് മീൻസ് that the income has actually not accrued or arise in India but is deemed to accrue or arise in India under the Income Tax Act.
ആക്ച്വലി ആ ഇൻകം ഇന്ത്യയിൽ നിന്നല്ല അക്രൂ ചെയ്യുന്നത് എന്ന് തോന്നും. പക്ഷേ അത് അത്തരം ഇൻകം അത് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ. അതിനൊരു എക്സാമ്പിളാണ് ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഔട്ട്സൈഡിലുള്ളൊരു കമ്പനിയാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് സംരംഭം, അത് ഇന്ത്യയിലുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനിയിൽ നിന്ന് ഇൻകം റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, സാലറി ഏൺഡ് ഇൻ ഇന്ത്യ, വർക്ക് ഡൺ ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ സാലറി ഇന്ത്യയിൽ നിന്നാണ്, വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലാണ്, പക്ഷേ റിസീവ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇതൊക്കെയാണ് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ടൈപ്സ് ഓഫ് ഇൻകത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 4 ടൈപ്പ് ഇൻകം അത് ആർക്കൊക്കെ ടാക്സബിൾ ആവും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കേസ്, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ് ചെയ്തത് ഇന്ത്യയിൽ നിന്നാണ് എങ്കിൽ, ഇൻകം ഡീംഡ് ടു റിസീവ്ഡ് ഓർ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഇൻകം റിസീവ് ചെയ്തത് എങ്കിൽ അത് 3 പേർക്കും ടാക്സബിളാണ്. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എവിടെയാണ് അതിൻ്റെ ഉത്ഭവം എന്നൊന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ആ ഇൻകം റിസീവ് ചെയ്തത് ഇന്ത്യയിൽ നിന്നാണോ എന്ന് നോക്കുക. ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്തത് എങ്കിൽ പിന്നെ അത് അമേരിക്കയിലായിക്കോട്ടെ അത് ജോലി ചെയ്തത്, അല്ലെങ്കിൽ ബിസിനസ് വേറെ എവിടെയിലായിക്കോട്ടെ, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ടാക്സബിളാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ടാക്സബിളാണ്, ഓർഡിനറി, നോട്ട് ഓൺലി നോൺ റെസിഡൻറ്റ്. ഇനി ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ഓർ ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ. ഇത്ര മനസ്സിലാക്കി വെക്കുക. ഇൻകത്തിൻ്റെ ആ സോഴ്സ് അത് ഇന്ത്യയിൽ നിന്നാണെന്ന് നോക്കുക. ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് 3 പേർക്കും ടാക്സബിളാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യുന്നതും ഇന്ത്യയിൽ നിന്ന് അക്രൂ ചെയ്യുന്നതും ജനറേറ്റ് ചെയ്യുന്നതും എല്ലാവർക്കും ടാക്സബിളാണ്. ഓക്കെ, അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എവിടുന്ന് റിസീവ് ചെയ്തോട്ടെ, അതൊന്നും പ്രശ്നമില്ല, 3 പേർക്കും ടാക്സബിളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യയിലുള്ള കേസ് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും 3 പേർക്കും ടാക്സബിളാണ്. ഇനി നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പോയേക്കാം. ഇപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു 5 ഹെഡ് ഓഫ് ഇൻകം ഉണ്ട്. ഏതൊക്കെയാണ്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. ഇതിൽ PGBP എന്ന് വെച്ചാൽ ബിസിനസ് ഇൻകം, ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം. ഇപ്പോൾ ഒരു ബിസിനസ് ഇൻകം അല്ലെങ്കിൽ പ്രൊഫഷൻ ഇൻകം അത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ ആ ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിനും നോട്ട് ഓൺലി റെസിഡൻറ്റും ടാക്സബിൾ ആകും, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ ആവില്ല. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള കാര്യമാണ് പറയുന്നത്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ അത് ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സോ പ്രൊഫഷനോ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണോ നോക്കുക. കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിനും നോട്ട് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആകും. ഇനി കൺട്രോൾ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷനും അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ഇൻകം കിട്ടുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, 5 ഹെഡ് ഓഫ് ഇൻകം ഉണ്ട്. ഈ 5 ഹെഡ് ഓഫ് ഇൻകത്തിൻ്റെ കേസിൽ ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് എല്ലാവർക്കും ടാക്സബിളാണ്. ഇനി ഈ 5 ഹെഡിൽ ഒരു ഹെഡാണ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ളത്. ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ്, പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഓർഡിനറിക്കും നോട്ട് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആകും, നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ ആകില്ല. ഇനി ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പക്ഷേ കൺട്രോൾ ചെയ്യുന്നതും ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ, ബാക്കി 2 പേർക്കും ടാക്സബിൾ ആകില്ല. ഓക്കെ, ഇനി ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം അല്ലാത്ത ബാക്കി 4 ഹെഡ് ഓഫ് ഇൻകം ഉണ്ടല്ലോ. ഈ 4 ഹെഡ് ഓഫ് ഇൻകത്തിൻ്റെ കേസിൽ അത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ, നോൺ റെസിഡൻറ്റിനും നോട്ട് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആവില്ല. ക്ലിയർ?
പിന്നെ ലാസ്റ്റ് ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഏർലിയർ ഇയേഴ്സ് ബട്ട് ലേറ്റർ ഓൺ റെമിറ്റഡ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ വർഷം ഏർലിയർ ഇയറിൽ ആ ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട്, പിന്നീട് അത് റെമിറ്റ് ചെയ്തു ഇന്ത്യയിലേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ആർക്കും ടാക്സബിൾ ആകില്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സം ഇമ്പോർട്ടൻറ്റ് എക്സംപ്റ്റഡ് ഇൻകംസ് ഒന്ന് നോക്കി വെക്കാം. While computing the gross total income of an assessee who is an ordinary resident, not only resident, non-resident, the following incomes are not included as they are exempted income. അപ്പോൾ താഴെ പറയുന്ന കുറച്ച് ഇൻകം ഉണ്ട്, അത് ആർക്കും തന്നെ ടാക്സബിൾ ആവില്ല. അതിലൊന്നാമത്തത് അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചറൽ ഇൻകം ആണെങ്കിൽ അത് ആർക്കും ടാക്സബിൾ ആകില്ല. സെക്കൻഡ് വൺ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം പാർട്ണർഷിപ്പ് ഫേം, അതും എക്സെപ്റ്റഡ് ആണ്. പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ അതും ആർക്കും ടാക്സബിൾ ആവില്ല, കാരണം അതിന് ഫേം ടാക്സ് കൊടുക്കുന്നുണ്ട്. ദെൻ ഷെയർ പ്രോഫിറ്റ് ഓഫ് ഫ്രം HUF, HUFിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട്, ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയിട്ടുള്ള എക്സെപ്റ്റഡ് ഇൻകംസ് ഉണ്ട്. അതൊന്നും ആർക്കും ടാക്സബിൾ ആകില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, ദ ഫോളോയിങ് ആർ ദി ഇൻകം ഓഫ് മിസ്സിസ് ജീന ഫോർ ദി പ്രീവിയസ് ഇയർ 21-22. അപ്പോൾ ജീനയുടെ കുറച്ച് ഇൻകംസ് ആണ് തന്നിട്ടുള്ളത് പ്രീവിയസ് ഇയർ 21-22. അപ്പോൾ അത് ഈ മിസ്സിസ് ജീന റെസിഡൻ്റ് ആയാലും എന്നുവെച്ചാൽ ഓർഡിനറി റെസിഡൻ്റ് ആയാലും നോട്ട് ഓൺലി റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആയാലും ഏതൊക്കെ ഇൻകമാണ് ടാക്സബിൾ ആവുക എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നു 10,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ അത് നോക്കുക, എവിടെ നിന്നാണ് ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്നാണ്. 3 പേർക്കും ടാക്സബിൾ ആകും. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബിസിനസ്സിലുള്ള പ്രോഫിറ്റ്, അതും ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. 3 പേർക്കും ടാക്സബിൾ ആകും. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ആ ഇൻകം കിട്ടുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പക്ഷേ ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. 40,000 അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോട്ട് ഓൺലി റെസിഡൻറ്റിനും ടാക്സബിൾ ആവും, നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആവില്ല. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നാണ് ഡിബഞ്ചർ കിട്ടുന്നത്. അപ്പോൾ ആ ഇൻകത്തിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ 3 പേർക്കും ടാക്സബിൾ ആകും. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചറൽ ഇൻകം. അത് ശ്രദ്ധിക്കുക, ഈ അഗ്രികൾച്ചറൽ ഇൻകം ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ആർക്കും ടാക്സബിൾ ആവില്ല. പക്ഷേ ഈ അഗ്രികൾച്ചറൽ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ അത് ആർക്ക് മാത്രമേ ടാക്സബിൾ ആകുള്ളൂ? ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആകുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചർ ഇൻകം ആണ്. അപ്പോൾ അത് ആർക്കും ടാക്സബിൾ ആവില്ല, എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഡിവിഡൻറ്റ് ഫ്രം ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അത് ഫോറിൻ കമ്പനിയാണ്, ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ അല്ലേ? ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, അത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് അല്ലാത്തത് കൊണ്ട് ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ഇനി അതെന്നെ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ടാക്സബിൾ ആകും, പക്ഷേ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടില്ല. പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ₹5,000. പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം ആണ്. അപ്പോൾ അത് ആർക്കും അൺടാക്സ്ഡ് ഇൻകം ആണെങ്കിൽ അത് ആർക്കും ടാക്സബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ അതാർക്കും ടാക്സബിൾ ആവില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്നിട്ട് അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എല്ലാതും കൂടി ടോട്ടൽ ചെയ്യുക. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ആർ ദി ഇൻകം ഓഫ് മിസ്റ്റർ മാർട്ടിൻ ഫോർ ദി പ്രീവിയസ് ഇയർ 21-22. അപ്പോൾ ഇതിൽ കുറച്ച് ഇൻകം തന്നിട്ടുണ്ട്. മാർട്ടിൻ്റെ ഇൻകമാണ് തന്നിട്ടുള്ളത്. അത് മാർട്ടിന് ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓൺലി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് ആണെങ്കിൽ അത് ഏതൊക്കെ ഇൻകമാണ് ടാക്സബിൾ ആവുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ കാനഡ റിസീവ്ഡ് ഇൻ ഇന്ത്യ
1,20,000. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ കാനഡ, പക്ഷേ അത് റിസീവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തത് കൊണ്ട് 3 പേർക്കും ടാക്സിബിൾ ആകും. ഓക്കെ. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഹൗസ് പ്രോപ്പർട്ടിയാണ്, പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, 3 പേർക്കും ടാക്സിബിൾ ആകും. നെക്സ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ കാനഡ റിസീവ്ഡ് ഇൻ ഇന്ത്യ. പ്രോപ്പർട്ടി കാനഡയിലാണ്, പക്ഷേ റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്, അപ്പോൾ അത് 3 പേർക്കും ടാക്സിബിൾ ആകും. നെക്സ്റ്റ് ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഉഗാണ്ട ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് ദർ 45,000. അപ്പോൾ ആ ഇൻകം എവിടെ നിന്നാണ്? ഉഗാണ്ടയിൽ നിന്നാണ്. അത് ഇന്ത്യയിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഔട്ട് സൈഡ് ഇന്ത്യയിൽ നിന്നാവും കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ആർക്ക് മാത്രമേ ടാക്സിബിൾ ആവുള്ളൂ? ഓർഡിനറി റെസിഡൻറ്റ് മാത്രമേ ടാക്സിബിൾ ആവുള്ളൂ. നെക്സ്റ്റ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്തോനേഷ്യ ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് ദർ ദിസ് ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അപ്പോൾ ഒരു ബിസിനസ് ഇൻകം ഇന്തോനേഷ്യയിൽ നിന്നാണ്, പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോട്ട് ഓൺലി റെസിഡൻറ്റും ടാക്സിബിൾ ആകും, നോൺ റെസിഡൻറ്റും ടാക്സിബിൾ ആകില്ല. നെക്സ്റ്റ് ഷെയർ പ്രോഫിറ്റ് ഫ്രം എ ഫേം ₹48,000. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഫേമിൽ നിന്നുള്ള ഷെയർ പ്രോഫിറ്റ് അത് എക്സെംപ്റ്റഡ് ആണ്, അതുകൊണ്ട് ആർക്കും ടാക്സിബിൾ ആകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ ബട്ട് സർവീസ് റെൻറ്റഡ് ഇൻ ഇറാഖ്. സാലറി ഇന്ത്യയിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നത്, പക്ഷേ സർവീസ് ചെയ്തിട്ടുള്ളത് ഇറാഖിലാണ്, 54,000 രൂപ. അപ്പോൾ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് അത് 3 പേർക്കും ടാക്സിബിൾ ആകും. 54,000 3 പേർക്കും ടാക്സിബിൾ ആകും. നെക്സ്റ്റ് ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ബംഗ്ലാദേശ്. ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്സാണ്, പക്ഷേ ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. ബിസിനസ് ഇന്ത്യയിലാണ്, അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഇൻകം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ 43,000 3 പേർക്കും ടാക്സിബിൾ ആകും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻറ്റ് എത്രയാണോ ആ ഇൻകം കൂടി കൂട്ടുക, നോട്ട് ഓൺലി റെസിഡൻറ്റിൻ്റെ ഇൻകം ഒക്കെ കൂടി കൂട്ടുക, നോൺ റെസിഡൻറ്റ് ഒക്കെ കൂടി കൂട്ടുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ ആൻസർ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ നോ ടാക്സിബിൾ അങ്ങനെ എഴുതിയാൽ പോരാ, എമൗണ്ട് തന്നെ എന്ത് ചെയ്യണം? എഴുതണം. എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾ ആൻസറിലും എഴുതണം. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മിസ്റ്റർ പ്രകാശ് കുറച്ച് ഇൻകം, ആ പ്രകാശ് ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓൺലി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഇൻകമാണ് ടാക്സിബിൾ ആവുക എന്നുള്ളത് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന പുതിയൊരു ഹെഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.